വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. കണ്ണൂരിലും കനത്ത മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് മഴ അല്പം ഒന്ന് തോർന്നിട്ടുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇരിട്ടി സംസ്ഥാന പാതയിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പാനൂരിൽ ഒഴുക്കിൽപ്പെട്ട ഒരു വാഹനം തിരികെ എത്തിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ജില്ലയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത് എന്ന് അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നു. അർജുൻ കല്യാട് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഈ മണ്ണ് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ സാധിച്ചോ ഇരിട്ടി സംസ്ഥാന പാതയിൽ? ഒപ്പം ഈ ഒഴുക്കിൽപ്പെട്ട വാഹനം തിരികെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിനുള്ളിൽ യാത്രക്കാരുണ്ടോ? മറ്റ് അപകടങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? അരുണെ, ഇന്നലെ രാത്രി തന്നെ പെയ്തിട്ടുള്ള ശക്തമായ മഴയിലാണ് ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ് അപകടമുണ്ടായത്. അവിടെ ആ സമയമായതുകൊണ്ട്, അതായത് രാത്രി ആയതുകൊണ്ടാണ് വലിയ തോതിൽ അപകടം ഉണ്ടാവാതിരുന്നത്. മറ്റ് രാവിലെയുള്ള സമയത്തൊക്കെ വലിയ തോതിലുള്ള ആൾക്കാരൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. അതും പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് ഈ പറയുന്ന മണ്ണിടിഞ്ഞ് വീണത്. ഇപ്പോഴെന്തായാലും അവിടെ ഇത്തരത്തിൽ ഈ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാനൂരിൽ KSEBയുടെ വാഹനമാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ഇന്നലെ ആ മേഖലയിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടും അതുപോലെ തന്നെ വൈദ്യുതി തടസ്സമൊക്കെ രൂപപ്പെട്ടതിൻ്റെ ഭാഗമായി ഈ പറയുന്ന ഈ വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടത്തേക്ക് എത്തിയിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ പരിഹരിക്കുന്നതിന് വേണ്ടി പോയിട്ടുള്ള KSEB വാഹനമാണ് ഒഴുക്കിൽപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത് നിയന്ത്രണം വിട്ട് ഒഴുക്കിലേക്ക് പോവുകയായിരുന്നു. ചെറിയ വെള്ളക്കെട്ടാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഈ ഡ്രൈവർ വാഹനം മുന്നോട്ടേക്ക് എടുക്കുകയായിരുന്നു. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം വാഹനം നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഈ വാഹനം ഒഴുക്കിൽപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഈ പറയുന്ന ഡ്രൈവർ നീന്തി രക്ഷപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന 2 ജീവനക്കാർ വലിയ തോതിൽ ഈ വാഹനത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. എന്നാൽ ഫയർഫോഴ്സ് ജീവനക്കാരെത്തി അവരെ രക്ഷപ്പെടുന്ന ആ വാഹനം ഇപ്പോൾ എന്തായാലും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ലഭിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് നടാൽ മേഖലയിലാണ്. നടാൽ, അതായത് പാനൂർ എടക്കാട് നടാൽ മേഖലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയും കാലങ്ങളായി ഈ പറയുന്ന പോലെ വെള്ളക്കെട്ടുകൾ ചെറിയ തോതിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ വെള്ളക്കെട്ട് ഉണ്ടാവുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. നിൽക്കുന്ന സ്ഥലത്ത് കടയ്ക്കുള്ളിലേക്ക് വെള്ളം കയറിയിരുന്നോ? അതെ, ഇന്നലെയൊക്കെ ഈ കടയുടെ ഏകദേശം ഇതിൻ്റെ ഉള്ളിലേക്ക് വരെ എത്തുന്ന രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യാപാരികൾ പറയുന്നത്. വെള്ളം ഇന്നലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് വരെ വെള്ളം കയറിയിട്ടുണ്ട്. എന്നാലും വെള്ളം ഇറങ്ങുന്നുണ്ടല്ലേ? വെള്ളം കുറച്ചിങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ പാലത്തിൻ്റെ പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്ക് വാട്ടറാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. നമുക്ക് പാലത്തിന് വേണ്ടി ഒരു സമാന്തര റോഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് വെള്ളം കൃത്യമായിട്ട് പോകാത്തതുകൊണ്ടാണ് ഈ വെള്ളം കയറിയത്. സാധാരണ വെള്ളം കയറുന്ന സ്ഥലമൊന്നും അല്ല. അങ്ങനെയൊന്നും വെള്ളം കയറില്ല. ഇത് 2001 നമുക്കിവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പ്രളയം പോലെ കുറച്ച് കൂടുതൽ. അതിനുശേഷം 2001 ഒരു 10-18 വർഷം മുമ്പ്, 23 വർഷം ബാക്ക് നമുക്കിവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്നും ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പാലം നിർമ്മാണമായിട്ട് സമാന്തര റോഡ് ഉണ്ടായിട്ട് വെള്ളം അപ്പുറം കടന്നു പോകാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഇവിടെ കടയുടെ മുമ്പിൽ നിൽക്കുന്ന കച്ചവടമൊക്കെ എങ്ങനെയാണ്? കച്ചവടമൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ തുറന്നിരിക്കാന്നല്ലാണ്ട് ആരും സാധനം വാങ്ങിക്കാനൊന്നും വരില്ല. ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ഈ ദുരവസ്ഥ തന്നെയാണ്. നമുക്ക് ആരും സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരുമില്ല. കഴിഞ്ഞ ദിവസം പെയ്ത മഴ മാത്രമല്ല, അതിന് മുമ്പും ഇതേപോലെയുള്ള അവസ്ഥ തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് വാട്ടർ ഞാൻ പറഞ്ഞില്ലേ, ഇത് പുഴയിലുള്ള വെള്ളം ഒഴുകി പോകാൻ സമ്മതിക്കാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഈ വെള്ളക്കയറ്റം ഉണ്ടായത്. അതായത് അരുൺ, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ കടയുടെ നേരെ പുറകു വശത്ത്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കടയുടെ നേരെ പുറകു വശത്ത് പുഴയുണ്ട്. സാധാരണ ഇതിൽ എത്ര വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ പുഴയിലൂടെ വെള്ളമൊക്കെ ഒഴുകി പോകുന്നതാണ് എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു ഒരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിന് താഴ്ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ, ഈ പാലം നിർമ്മാണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മഴക്കാലം എത്തുന്നതിന് മുമ്പ് പോലും, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് പോലും വെള്ളം ഇത്രയും അധികം വെള്ളം ഒഴുകി വരുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അത്തരത്തിൽ ആ വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം എന്നതുപോലെ കണ്ണൂരിലും അർജുൻ നിൽക്കുന്ന സ്ഥലത്തും നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ കല്യാട്, നേരത്തെ KSEBയുടെ ഒരു ജീപ്പ് ഒഴുകിപ്പോകുന്നത് നമ്മൾ കണ്ടു. ആ ജീപ്പിൽ ഇതൊക്കെ തിരിച്ചു പിടിച്ചോ?
പാനൂർ മേഖലയിലാണ് പാനൂരിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രിയിലാണ് ഇങ്ങനെ വൈദ്യുതി തടസ്സമുണ്ടായി. അതിൻ്റെ ഭാഗമായി ജീപ്പും അതുപോലെ തന്നെ ഡ്രൈവറും 2 ജീവനക്കാരും ഒക്കെ ഈ വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി KSCയുടെ ജീവനക്കാർ ആ മേഖലയിലേക്ക് പോയത്. അപ്പോൾ ആ ഘട്ടത്തിൽ റോഡിൽ സ്വാഭാവികമായിട്ട് ഡ്രൈവർ മുന്നിൽ കാണുമ്പോൾ വെള്ളക്കെട്ടുണ്ട്, പക്ഷേ റോഡാണ് എന്നുള്ളത് അവർക്ക് ധാരണയുണ്ട്. പക്ഷേ ഒരു ആത്മവിശ്വാസത്തിൽ ഡ്രൈവർ വാഹനം മുന്നോട്ടേക്ക് എടുത്തു. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമ്മൾ പുറമേ കാണുന്നതായിരിക്കില്ലല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് പോകും അല്ലെങ്കിൽ ആ വെള്ളക്കെട്ടിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ. വളരെ അതിശക്തമായ തോതിൽ വെള്ളം അടിച്ചു, വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അങ്ങനെ വാഹനം ഒഴുകിപ്പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഡ്രൈവർ അപ്പോൾ തന്നെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, നീന്തി രക്ഷപ്പെട്ടു. പക്ഷേ ഈ വാഹനത്തിനകത്തുണ്ടായിരുന്ന 2 ജീവനക്കാർ വലിയ തോതിൽ പ്രയാസപ്പെടുന്നൊരു സാഹചര്യം. വാഹനം പോയി ഒരു മരത്തിലിടിച്ച് നിൽക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ ആ വാഹനം ഒഴുകി പുഴയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയും. ഒരു മരത്തിനിടിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ഫയർഫോഴ്സ് ജീവനക്കാരെത്തിയാണ് ഈ 2 പേരെ രക്ഷപ്പെടുത്തിയത്. വാഹനവും ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ. ഓക്കെ, അർജുൻ കല്യാട്, മൊത്തം കണ്ണൂരിലെ അവസ്ഥ നോക്കിയാൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. മഴയ്ക്ക് അല്പം ശമനം വന്നിട്ടുണ്ടല്ലേ? അതായത് 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഉള്ളത്. ഏകദേശം ഈ ജൂൺ മാസത്തിന് ശേഷം 262ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമാണ് അതിലേറ്റവും കൂടുതൽ 160ഓളം തന്നെ കുടുംബങ്ങളെ ഇത്തരത്തിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ദുരിതക്കെടുതികളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിലുള്ള കാര്യം ചിലപ്പോൾ നമുക്കിത് കാണുമ്പോൾ വെള്ളമല്ലേ അല്ലെങ്കിൽ എത്രയല്ലേ കയറിയിട്ടുള്ളൂ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. നമുക്ക് ഈ കടക്കാരൻ്റെ അനുഭവം തന്നെ പറഞ്ഞല്ലോ. അതായത് ഈ കടയിലേക്ക് വെള്ളം കയറിയിട്ടില്ല, പക്ഷേങ്കിൽ വെള്ളം തൊട്ട് താഴെ വരെ എത്തി, അതിനുള്ളിലേക്ക് കയറിയില്ല, വലിയ പ്രശ്നങ്ങളൊന്നും നിലവിലുണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ കടയിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നില്ല, ഒരു സാധനം വാങ്ങുന്നില്ല, ഇവർക്ക് വരുമാനമില്ല. ഈ കടയിലുള്ള വരുമാനം കൊണ്ട് മാത്രമാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നമാണ്. ഇപ്പൊ ഒന്ന് മഴ പ്രധാനമായിട്ടുള്ള കാര്യം. ഒരു പക്ഷേ ഇനിയും മഴ പെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് താനും. ഇല്ല മഴ അല്പം പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ശക്തമായ മഴകൾ എവിടെയും ഇല്ല എങ്കിൽ കൂടി മഴ അല്പം ചെറിയ തോതിൽ പെയ്യുന്നുണ്ട്. ശക്തമായ മഴ എവിടെയും പെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള. മഴയുടെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത മണിക്കൂറിൽ ഞങ്ങൾ തിരികെ വരാം. അർജുൻ കല്യാടിലേക്ക്. കണ്ണൂരിൽ നിന്നാണ് അർജുൻ കല്യാട് വിവരങ്ങൾ നൽകുന്നത്.